കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രം പിഴച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്ന്, ഈ ഭാരത് ജോഡോ ന്യായയാത്രയുടെ രണ്ടാം ഘട്ടം ചാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ തീയതിയും സമയക്രമവും നിശ്ചയിച്ചത് തന്നെ ഒരു വലിയ പ്രചരണത്തിൽ വന്നിരിക്കുന്ന ഒരു പാളിച്ചയായിരുന്നു. കാരണം വളരെ തിരക്കിട്ട് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ അടക്കമുള്ള ഈ തിരഞ്ഞെടുപ്പിന് മുൻപേയുള്ള കൂടിയാലോചനകൾ നടക്കേണ്ട സമയത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ട സമയത്തും രാഹുൽ ഗാന്ധിയും ഒരു വലിയ പാരഫർണേലിയും ഒരു വലിയ സംഘവും ഈ പറയുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ രണ്ടാം ഘട്ടത്തിലായിരുന്നു. ആദ്യ യാത്രയുടെ പോലെയുള്ള അറ്റൻഷൻ രണ്ടാം ജോഡോ ന്യായയാത്രയിൽ കിട്ടിയിട്ടില്ല എന്നത് നമ്മൾ ഓർമ്മിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്നത്, നോക്കൂ, ഈ പ്രചരണത്തിന്റെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ഒരു ഘട്ടം കഴിഞ്ഞു. ഫസ്റ്റ് ഫേസിൽ ഏറ്റവും നിർണായകമായ 102 മണ്ഡലങ്ങളിലേക്കുള്ള വിധിയെഴുത്ത് നടന്നു. അതിൽ യു പിയിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്, ബീഹാറുണ്ട്, മധ്യപ്രദേശുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും ഒരു തവണ പോലും രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു റോഡ് ഷോ പോലും നടത്തിയിട്ടില്ല. ബീഹാറിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുവരെയും RJD സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും പ്രചരണത്തിനിറങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് തേജസ്വി യാദവിന്റെ ഒരു സിംഗിൾ മാൻ ഷോയാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും രണ്ടാമത് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന്റെ ഭാഗമായി മൂന്നാമത്തെ തവണ കേരളത്തിൽ വരികയും ആ 3 തവണ വരുന്നതിൽ 2 തവണയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇന്ത്യ മുന്നണിയുടെ ഒപ്പം നിലപാട് തറയിൽ നിൽക്കുന്ന ഒരു സഹകരണ കക്ഷിയായി CPM-നെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്നതാണ് രണ്ടാമത് പ്രചരണത്തിൽ സംഭവിച്ചു പോയ പാളിച്ച. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായി പിണറായി വിജയൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പക്വമായ രാഷ്ട്രീയമായ മറുപടി നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോയി എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു സംവാദമാകുമായിരുന്നു എപ്പോഴായിരുന്നെങ്കിൽ എങ്ങനെയാണ് തങ്ങൾ മോദി സർക്കാരിന്റെ വർഗീയമായ അജണ്ടകളെ നേരിട്ടത് എന്ന് കോൺഗ്രസ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ കോൺഗ്രസിന് അവിടെ ഒരു പരിമിതിയുണ്ട്. അത് നമ്മൾ കമൽനാഥിന്റെ റാലിയിൽ കണ്ടതാണ്. ഭോപ്പാലിൽ ആദ്യത്തെ റാലി നിശ്ചയിക്കുമ്പോൾ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു റാലി സംഘടിപ്പിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്ന്, അഥവാ ആ റാലിയിൽ DMK-യുടെ പ്രതിനിധി ആരെങ്കിലും പങ്കെടുത്താൽ അത് മധ്യപ്രദേശിൽ തന്റെ രാഷ്ട്രീയ സാധ്യതയെ ബാധിക്കുമെന്ന് കണ്ട് അത് മറ്റു മുന്നണികളിലെ ഒരാളോട് പോലും ആലോചിക്കാതെ ഒറ്റയ്ക്ക് വിമാനത്താവളത്തിൽ വെച്ച് റദ്ദു ചെയ്തയാളാണ് കമൽനാഥ്. അതാണ് മധ്യപ്രദേശിൽ നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതാണ് ഈ പ്രകടന പത്രികയിൽ ആ വാക്ക് ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകടന പത്രികയിൽ ആദ്യഘട്ടത്തിന്റെ കരടിൽ വരുമ്പോൾ ഈ തങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഫൈനലായി തീരുമ്പോൾ, ആ കരട് യഥാർത്ഥ പ്രകടന പത്രികയായി തീരുമ്പോൾ എന്തുകൊണ്ടാണ് അത് പിൻവലിക്കപ്പെട്ടത്? ആരുടെ സമ്മർദ്ദമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്? അയോധ്യയിലേക്ക് പോകാൻ മത്സരിക്കുന്ന കോൺഗ്രസുകാരാകുമ്പോൾ, അവിടെ വെള്ളിക്കെട്ടകൾ കൊണ്ടുപോകാൻ മത്സരിക്കുന്ന കോൺഗ്രസുകാരാകുമ്പോൾ സ്വാഭാവികമായും CPM എടുത്ത നിലപാടിനോടൊപ്പം തങ്ങളുടെ നിലപാട് വരില്ലെന്ന ബോധ്യം അവർക്കുണ്ട്. പക്ഷെ അതിനേക്കാളും അപ്പുറം, കേരളത്തിനും അപ്പുറം മറ്റിടങ്ങളിലെ മത്സരത്തെ അവർ ഭയക്കുന്നു. അവിടെ തങ്ങളുടെ നിലപാട് പൂർണ്ണമായും BJP-ക്കെതിരെ ആകുമ്പോഴും വർഗീയ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്താൽ അത് മൃദുഹിന്ദു വോട്ടുകളെ തന്നിൽ നിന്ന് അകറ്റുമെന്നുള്ളത് കോൺഗ്രസ് ഭയക്കുന്നു. അതുകൊണ്ട് ആരോഗ്യപരമായിരുന്ന ഒരു ആശയ സംവാദത്തെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്കും ഈ ഇതുവരെയും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാത്ത ഈ സ്വർണ്ണക്കടത്തുമായും കരുവന്നൂരുമായും ഒപ്പം തന്നെ എക്സാലോജിക്കുമായും ബന്ധപ്പെടുത്തി വ്യക്തിപരമായി ഇത് ചുരുക്കുകയാണ് ചെയ്തത്. അതായിരുന്നില്ല കേരളത്തിന് ആവശ്യം എന്നതാണ് എന്റെ ടേക്ക്.